കാരണം വെച്ചാൽ നേർക്കുനേരെ ഇപ്പൊ ഈ ലാസ്റ്റ് നിങ്ങൾ കേട്ടില്ലേ, പെപ്സി അതിനെതിരെ ഖുർആനിൽ ആയത്തുണ്ട്. പെപ്സിക്കെതിരെ ഖുർആനിൽ ആയത്ത് കേട്ടോ? നിങ്ങൾ ആ വാചകം ഒന്നുകൂടെ കേട്ടോ? ഇനി ഞാൻ പറയണ നിങ്ങൾ കേട്ടാ ചിലപ്പോ നിങ്ങൾ പറയും അത് എന്റെ ഒരു വികാരമാണ്. നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കിക്കോളൂ. അതിൽ പറയുന്നത് നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു. ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി. 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? 59-ാം അധ്യായം 59-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെപ്സിയും കോളയും പുകവലിയും പെത്തഡിലും ബ്രൗൺ ഷുഗറും അശീഷും എല്ലാം വിലക്കി. എന്താ കാരണം? ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ട ഒന്നുമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തറിയോ, ഈ ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് കണ്ടോ? ബിഗ് ബാങ്കിലേക്ക് എന്തിനാ പോണത്? ശരിക്കും ബിഗ് ബ്ലണ്ടറാണ്, സംശയമില്ല. ഇങ്ങനെ അള്ള വിലക്കി ഖുർആനിൽ വിലക്കിയ പെപ്സിയോ, അങ്ങനെ ആയത്ത് ഖുർആനിലോ, എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ? പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ആയത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹറാമാണോ? അള്ളാന്റെ ആയത്തോതി തോന്നിയ ആ അർത്ഥം പറയുക, ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക. അള്ളാഹു അവന്റെ ശാരിഅ് മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഒരുത്തൻ കയറിയിരിക്കുക. പെപ്സി എന്ന് പറയുന്ന പാനീയം അത് അള്ളാഹു ഖുർആനിൽ വിലക്കിയതാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് തെളിവുണ്ട് എന്ന് ആയത്തോതി അതിനെ ബ്രൗൺ ഷുഗർ പോലെയുള്ള, അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ പോലെയുള്ള, അതുപോലെ പെത്തിഡിൻ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ്. മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെ ഒരു ആയത്ത് ഓതി പറയുമ്പോ ഏത് ഉലമ ആണത് പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പോ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ, ഇത് ഒന്നല്ല. ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു റസൂലുള്ളാഹിന്റെ പേരിൽ. 2 പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു മുത്ത് സ്വർഗത്തിലുണ്ട്. 2 പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് പരലോകത്ത്.